എല്ലാവർക്കും നമസ്കാരം. ഇതിൽ പറയുന്നത് ചതുർത്ഥിയിൽ ചന്ദ്രനെ കണ്ടാൽ, വിനായക ചതുർത്ഥി വരികയാണല്ലോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഈ ദിവസം കണ്ടാൽ നിഷിദ്ധമാണത്രേ. അപവാദം കേൾക്കുക, രോഗം പിടിപെടുക, ഇത് സംഭവിക്കുന്നതൊക്കെയാണ് വിശ്വാസം. കുട്ടിക്കാലത്ത് നമുക്ക് കേൾക്കാറുള്ളതാണല്ലോ, പൂർവികർ പറഞ്ഞ് കേൾക്കാറുള്ളതാണല്ലോ. അബദ്ധവശാൽ കണ്ടുപോയാലുള്ള പ്രതിവിധിയാണ് ഞാൻ പറയുന്നത്. അപ്പം, അട, മോദകം എന്നിവ നേദിക്കുക, ഇതാണ് ദോഷപരിഹാരം. കൂടാതെ ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധം 56-ാം അധ്യായത്തിലെ സെമന്തകോപാഖ്യാനം പാരായണം ചെയ്യണത്രേ. ഇത് ആചാര്യന്മാർ പറഞ്ഞിട്ടുമുണ്ട്. ആ സെമന്തക മന്ത്രം ഞാൻ പറയാം. സിംഹപ്രസേന മവതിസിംഹോ ജാമ്പവദാഹത സുകുമാരക മരോദിസ്തവകേഷ സെമന്തക എന്നാണ് സെമന്തക മന്ത്രം. ഈ ഒരു കഥയുണ്ട്, അതും കൂടി നിങ്ങൾ കേട്ടോളൂ. പ്രപഞ്ചം ചുറ്റി സഞ്ചരിക്കുന്ന നാരദമുനി ഒരിക്കൽ ദ്വാരകയിലെത്തി ഭഗവാൻ കൃഷ്ണനെ കാണുകയുണ്ടായി. ഭഗവാൻ കൃഷ്ണൻ്റെ കീർത്തനമൊക്കെ ചൊല്ലി ഭഗവാനെ പ്രീതിപ്പെടുത്തി. ആ ദിവസം ഗണേശ ചതുർത്ഥിയായിരുന്നു എന്നാണ് പറയണത്. ആ ദിനം ആരും ചന്ദ്രനെ കാണരുതെന്ന് നാരദൻ കൃഷ്ണനോട് പറഞ്ഞുത്രേ. അങ്ങനെ രാത്രി വളരെ വൈകി കുബേരൻ നടത്തി ആഡംബരപൂർണമായ വിരുന്നിൽ പങ്കെടുത്ത ശേഷം ഗണേശൻ മൂഷിക വാഹനത്തിൽ വേണ്ടുവോളം മോദകവും കഴിച്ച് കൈലാസത്തിലേക്ക് മടങ്ങി. അന്ന് പൗർണമിയായിരുന്നത്രേ. പെട്ടെന്നൊരു പാമ്പ് അവരുടെ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടു വഴിയിൽ. അത് കണ്ട് മൂഷികൻ ഭയന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടി. ഗണേശൻ നിലത്ത് വീണു. ആ വീണതിൽ വയറ് പൊട്ടി മോദകങ്ങളൊക്കെ പുറത്തു വന്നു. അത്രയും വയറ് നിറച്ചിട്ടുണ്ടേ. അപ്പോൾ മോദകം തിരികെ വയറ്റിൽ നിറച്ച് പാമ്പിനെ എടുത്ത് വയറ്റിൽ ചുറ്റിക്കെട്ടി തൻ്റെ വാഹനമായ മൂഷികനെ അന്വേഷിച്ചപ്പോൾ ഒരു ദുരവസ്ഥ കണ്ട് ചന്ദ്രനാണ്ട് പൊട്ടിച്ചു തീർച്ചുത്രേ. ഇതിങ്ങോട്ട് കേട്ടപ്പോൾ ഗണപതിക്ക് അങ്ങോട്ട് ചൂടായി. മൂപ്പര കൊമ്പുകളിൽ ഒന്നാണ്ട് ഒട്ടിച്ച് ഗണപതി ചന്ദ്രനെ നേരെ ഒറ്റ കയറി. അതാണ് ആ ഗണപതിക്ക് കണ്ടില്ല 1.5 കൊമ്പ്. അതിലൊരു ഗർത്തം സൃഷ്ടിച്ചു എന്നാണ് പറയണത്. ഇനി ഒരിക്കലും നീ പൂർണ്ണ ഗോളമാകില്ല എന്ന് ശപിക്കുകയും ചെയ്തു അത്രേ. അത് വികൃതമായിക്കൊണ്ടേ ഇരിക്കുക. അങ്ങനെ ഭൂമിയിൽ നിന്ന് പോലും നമുക്ക് കാണാൻ കഴിയുന്നൊരു ഗർത്തം ചന്ദ്രനുണ്ട് ഇല്ലേ? അത് ഓരോ 2 ആഴ്ച കൂടുന്തോറും വളരുകയും ക്ഷയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ദിവസം ചന്ദ്രനെ കാണുന്ന ആർക്കും അപകീർത്തി വരുമെന്ന് ശപിക്കുകയും ചെയ്തു അത്രേ. അപ്പം ചന്ദ്രൻ പശ്ചാത്തപിച്ചിട്ട് ശാപമോചനത്തിനായി അപേക്ഷിച്ചു അത്രേ. എന്നെ ഒന്നിരുന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട്. എന്നാൽ ഒരിക്കൽ ലഭിച്ച ശാപം വീണ്ടെടുക്കാൻ കഴിയില്ല അത്രേ. അപ്പം അങ്ങനെ ചതുർത്ഥി ദിവസം ചന്ദ്രനെ ദർശിച്ചു പോയാൽ ഗണേശ പ്രീതിക്കായി അപ്പം, അട, മോദകം എന്ന് നിവേദിക്കുന്നത് ദോഷം ഏൽക്കാതിരിക്കാനുള്ള മാർഗം കൂടി ഭാഗവതത്തിൽ വിഷ്ണു പുരാണത്തിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? കന്യാദീനേ ചതുർത്ഥ്യം ശുക്ലേ ചന്ദ്രസ്യ ദർശനം മിത്യാദി ഭാഷണം കർച്ചാണസ്മാത് പശ്യേണനം തഥാ തദ്ദോഷശാന്തയെ സിംഹപ്രസേന ഭീതി വൈബുദേ. ഈ ചതുർത്ഥി ശിവശാന്ത സുഖ എന്നിങ്ങനെ 3 പ്രകാരത്തിലുള്ളതിനാൽ വിനായക ചതുർത്ഥി ശിവ എന്ന വിഭാഗത്തിൽപ്പെട്ടതാണ്. ആകയാൽ അന്നേ ദിവസം വിനായക പൂജ, സ്നാനം, ദാനം, ഉപവാസം, ധ്യാനം, ജപം എന്നിവ നടത്തുന്നത് ശുഭം. എല്ലാവർക്കും ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാപ്പി വിനായക ചതുർത്ഥി. നന്ദി, നമസ്കാരം.